ഇന്നൊരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് 4 ചേരുവകൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ജ്യൂസിന് വേണ്ടിയിട്ട് 250 ഗ്രാം ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വേവിച്ചതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ വാനില എസൻസ്, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, പിന്നെ നല്ല തണുത്ത പാൽ. ഇത് 1/2 ലിറ്റർ പാലാണ്, പകുതി കട്ടയായിട്ടുള്ള പാലാണ്. ഇനി ഈ വേവിച്ച ക്യാരറ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ അടിച്ചെടുക്കാവുള്ളൂ. ഇതുപോലെ നല്ല വെന്തിട്ടുള്ള ക്യാരറ്റും ആവണം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവിലേക്ക് 1/2 ടീസ്പൂൺ തന്നെ മതി. നമ്മളുടെ ജ്യൂസിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കൊടുക്കുന്നത് ഈ വാനില എസൻസ് ആണ്. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ മാത്രം ചേർത്ത് ഇതാദ്യം ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ബാക്കി ചേർക്കാം. ഇതിപ്പോൾ കട്ടിയില്ലാതെ നന്നായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ബാക്കി വെച്ചിരിക്കുന്ന പാൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈസി ക്യാരറ്റ് ജ്യൂസ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ക്യാരറ്റ് ഇഷ്ടമില്ലാത്തവർക്കും ഈ ജ്യൂസ് എന്തായാലും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.